ഡോക്ടർ നമ്മൾ വെരിക്കോസിറ്റിയെ കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ള ഹെമറോയിഡ്സ് എന്നുള്ളൊരു ഏരിയ. അതുപോലെ തന്നെ പല അനോറക്റ്റിലായിട്ടുള്ള കേസുകളുണ്ട്. ഇപ്പൊ നമുക്ക് അതിലൊന്ന് വളരെ പ്രധാനപ്പെട്ടതാണ് ഫിസ്റ്റുല. പക്ഷെ ഈ ഫിസ്റ്റുല പല ആളുകളും ഒരു മുറിവ് മാത്രമായിട്ട്, ഇപ്പോൾ നമ്മളൊരു പ്രൈവറ്റ് പാർട്ടിൽ വരുന്ന ഒരു മുറിവായിട്ടൊക്കെ മാത്രമായിരിക്കും കൺസിഡർ ചെയ്തിട്ടുണ്ടാവുക. പക്ഷെ ഇത് വളരെ കാലം കൊണ്ട് നടക്കുകയും ചിലപ്പോൾ ഒരു 10 വർഷത്തെ അല്ലെങ്കിൽ ഒരു 5-6 വർഷത്തെ ഹിസ്റ്ററി പലപ്പോഴും പല ആളുകൾക്ക് ഉണ്ടാവും. അപ്പോൾ ഇത് ട്രീറ്റ് ചെയ്യാതെ വെച്ചിരുന്നു കഴിഞ്ഞാൽ ക്യാൻസർ ആവാൻ സാധ്യതയുണ്ടോ? അല്ലെങ്കിൽ ഇപ്പോൾ റെക്ടൽ ക്യാൻസർ, പല റെക്ടൽ കേസസ് നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഹിസ്റ്ററിയും അതുമായി ബന്ധപ്പെട്ട് ഡോക്ടർ ചികിത്സ അനുഭവത്തിൽ നിന്നൊക്കെ ഡോക്ടർക്ക് എന്താണ് മനസ്സിലായിട്ടുള്ളത്? ഇത് ഈ ഒരു സിംറ്റം വരുന്നത് പ്രൈവറ്റ് പാർട്ടിലായതുകൊണ്ട് തന്നെയാണ് ആളുകൾ ഇത് രഹസ്യമായി സൂക്ഷിക്കുന്നത്. അതൊരു പ്രധാന കാരണമാണ്. ഒരുപാട് കാലം ഇത് പുറത്ത് പറയാൻ മടിച്ച് നടക്കും. ചിലപ്പോൾ ഒരു ഡിസ്ചാർജ് ആയിട്ടേ കാണുന്നുണ്ടാവുള്ളൂ. ചെറിയൊരു ഡിസ്ചാർജ് വരുന്നുണ്ട്, ഞാൻ റൂട്ടിലൂടെ ഡിസ്ചാർജ് വരുന്നുണ്ട് എന്ന് പറയും. ചിലപ്പോൾ അത് കാണിക്കില്ല. ഒരുപാട് കാലം കഴിഞ്ഞ് കാണിക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ഇത് വേഴ്സൺ ആവാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പോൾ ഫിസ്റ്റുല, പൈൽസ്, ഫിഷർ ഇത് തമ്മിൽ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു പ്രവണതയും കാണാറുണ്ട്. പൈൽസ് ആണെന്ന്, എല്ലാം പൈൽസാണ്, എല്ലാം പൈൽസാണ്. പൈൽസ് ഉണ്ട് ഡോക്ടറെ എന്ന് പറഞ്ഞിട്ടാ വരിക. നമ്മൾ എക്സാമിൻ ചെയ്ത് നോക്കുമ്പോഴാണ് ഇത് പൈൽസ് ആണോ, ഫിഷർ ആണോ, അല്ലെങ്കിൽ ഫിസ്റ്റുല ആണോ എന്നുള്ളത് മനസ്സിലാവുള്ളൂ. പലപ്പോഴും സിമ്പിൾ ആയിട്ടുള്ള, ഇപ്പോൾ ഫിഷർ എന്ന് പറയുന്നത് മലം കുറച്ച് ഹാർഡായിട്ട് പോകുമ്പോൾ മലദ്വാരത്തിന്റെ അവിടെ ഒരു റപ്ചർ വരുന്നതാണ് ശരിക്കും ഫിഷർ എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് ഹീലാവും ചെയ്യും, നമ്മൾ മെഡിസിൻ അപ്ലൈ ചെയ്യുന്നതിനനുസരിച്ച് ഹീലാവും ചെയ്യും. പക്ഷെ ഇതിനെയാണ് ആളുകൾ പലപ്പോഴും പൈൽസ് ആയിട്ട് കാണും. പിന്നെ അതേപോലെ തന്നെ ക്യാൻസർ ആവുമോ എന്നുള്ള പേടി കൊണ്ടും ആളുകൾ ഇത് പറയാതിരിക്കുന്ന ഒരു സാഹചര്യം കണ്ടിട്ടുണ്ട്. കറക്റ്റ് സമയത്ത് ചികിത്സ ചെയ്യാന്നുള്ളതാണ് നമുക്ക് ചെയ്യേണ്ടത്. കാരണം അത് പൈൽസ് ആണോ, ഫിഷർ ആണോ, അല്ലെങ്കിൽ ആനോറക്ടൽ CA ആണോ എന്താന്നുള്ളത് നമ്മളൊരു ഡോക്ടറെ കണ്ടാലേ അത് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഇതിൽ ഈ പൈൽസ് എന്ന് പറഞ്ഞപ്പോൾ ആൾക്കാർ വളരെ കൊളോക്കിയൽ ഇങ്ങനെ സിമ്പിൾ ആയിട്ട് പറയും, ഇപ്പോൾ മൂലക്കുരുവാണ്. പക്ഷെ ഇത് ചിലപ്പോൾ ഇയാൾക്ക് വ്യക്തമായിട്ട് ഈ അസുഖം ഉണ്ടാവാം. പക്ഷെ ഈ ഒരു കളിയാക്കൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു രീതിയിലേക്ക് കൊണ്ടുവരുമ്പോൾ പലപ്പോഴും ആൾക്കാർ ഡോക്ടേഴ്സിനെ കാണാൻ മടിക്കുകയും ഇങ്ങനെയൊക്കെ ആവും. പക്ഷെ ചിലപ്പോൾ അയാളെ ഒരു രീതിയിലുള്ള സിംറ്റം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ മുറിവുകൾ ഉണ്ടാവാം, ചിലപ്പോൾ മുറിവുകളിൽ നിന്ന് പഴുപ്പുകൾ വരുന്നത് ഉണ്ടാവാം. പേടി വലിയൊരു കാരണമാണ്. ചില ബ്ലീഡിംഗ് പൈൽസിലൊക്കെ ബ്ലീഡിങ് കാണുമ്പോൾ ഇത് ക്യാൻസർ ആണെന്ന് ഇവർ ഉറപ്പിക്കും. ചിലപ്പോൾ അത് വെറും പൈൽസ് ആവാം, ഒരു പക്ഷേ അത് ക്യാൻസർ ആവാം. പക്ഷെ ഇത് കറക്റ്റ് ആയിട്ട് ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു ഡോക്ടറെ കണ്ടാൽ ഇത് എന്താന്നുള്ളത് നമ്മൾ ആദ്യം ഫിൽട്ടർ ചെയ്യണം. അത് ചെയ്യാത്തത് ഈ ഒരു കേസിൽ വളരെ കൂടുതൽ കാണുന്നുണ്ട്, കൂടുതൽ പ്രശ്നമായിട്ട് വരും. അപ്പോൾ ഈ കൃത്യമായിട്ടുള്ള മുൻകൂട്ടിയായിട്ടുള്ള എക്സാമിനേഷൻ ഇത്തരം ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ആളുകൾ അതിനെ ഗൗരവമായിട്ട് എടുക്കുന്നില്ല. പിന്നെ പരിഹാസം വലിയൊരു പ്രശ്നമാണ്. മൂലക്കുരു ആണ് എന്നാണ് പറയാ. അപ്പൊ അതൊരു മോശമായിട്ടാണ് കാണുന്നത്. കാരണം അവരെ ബുദ്ധിമുട്ടുകൾ അവർക്കേ അറിയൂ. ഒരുപാട് സമയം ഇരുന്ന് ജോലി ചെയ്യാം, അല്ലെങ്കിൽ ബൈക്കിൽ ഒരുപാട് സമയം യാത്ര ചെയ്യുന്നവരിലൊക്കെ അത് കാണാറുണ്ട്. ഇപ്പൊ ഒരു ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഇന്നൊരു ട്രെൻഡാണ് ലോങ് ട്രിപ്പുകൾ, റൈഡുകൾ പോവുക എന്നൊക്കെ പറയുമ്പോൾ. പക്ഷെ ഈ ബുദ്ധിമുട്ടുകൾ സഹിച്ചുകൊണ്ട് ആളുകൾ ഇപ്പൊ എന്തെങ്കിലും പാഡൊക്കെ യൂസ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ചിലപ്പം ഈ ഒരു ഗ്യാങ് ഒന്നിച്ച് പോകുമ്പോൾ അതിലൊക്കെ പോകുന്നുണ്ടാവും. അപ്പൊ അതുപോലെ തന്നെ കൃത്യമായിട്ട് മലമൂത്ര വിസർജനം നടത്താതിരിക്കുക, പിടിച്ചു വെക്കുക, ഇങ്ങനെയൊക്കെ ഉള്ളത് വലിയൊരു വീണ്ടും വീണ്ടും ട്രിഗർ ചെയ്യുന്ന സിറ്റുവേഷൻ ഉണ്ടാക്കാം. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇത് ഇന്നത്തെ കാലത്ത് അസുഖം കൂടുതലാണ് ശരിക്കും. പണ്ടുണ്ട്, പക്ഷെ ഇപ്പോ ഈ പറഞ്ഞ പോലെ ട്രിപ്പുകളും ഇതൊക്കെ കൂടുന്നുണ്ട് ഒരുപാട് സമയം. പിന്നെ ഇപ്പത്തെ ജോബും അങ്ങനെയാണല്ലോ. പണ്ടത്തെ ജോബും ഇപ്പത്തെ ജോബുകളും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുള്ള. ഇപ്പൊ ഇരുന്നിട്ടുള്ള ജോലികൾ ഇപ്പൊ കൂടുതലാണ് ആളുകൾക്ക്. അതുകൊണ്ട് തന്നെ പൈൽസ് ഒരു കൂടുതലായിട്ട് കാണുന്ന രോഗമാണ്. അനോറക്ടൽ ക്യാൻസറുകളും നമുക്ക് നല്ല റിസൾട്ട് ഉള്ള കേസുകളാണ് അനോറക്ടൽ ക്യാൻസറുകൾ. ഈ പ്രസിപ്പിറ്റേറ്റിംഗ് ഫാക്ടേഴ്സിനെ അവഗണിക്കുന്നത് വലിയ പ്രശ്നമാണ് ശരിക്കും പറയുമ്പോൾ. കാരണം ഇത്തരമുള്ള പിന്നെ ഫിസ്റ്റുല എന്താന്നുള്ളത് കൃത്യമായിട്ട് അറിയാത്തൊരു പ്രശ്നമുണ്ട്. ഇതിപ്പോ ഫിസ്റ്റുല ശരിക്ക് ആനൽ റൂട്ടിലല്ല ഉണ്ടാവുക, ചിലപ്പോൾ അതിന്റെ അറൌണ്ട് ഏരിയയിൽ ഒരു ഓപ്പണിംഗ് ആയിട്ടാവും ഉണ്ടാവുക. അപ്പൊ അത് എന്താണെന്നറിയില്ല, ചിലപ്പോൾ ചെറിയൊരു മുറിവായിട്ട് മാത്രമേ അവർ കണക്റ്റഡ് ആവും. അതിൽ കൂടെ ആവും ബസ് പുറത്തേക്ക്. അതെ, അതിന് കൃത്യമായിട്ടുള്ള ചികിത്സ ആയുർവേദത്തിൽ പറയുന്നുണ്ട്. നമുക്കത് കൃത്യമായിട്ട് ചികിത്സിച്ചും ഭേദപ്പെടുത്താവുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഈ അവഗണന കാരണം ഇത് ലേറ്റ് ആവും, പിന്നെ അത് വേസ്റ്റ് ആയിട്ടാണ് ചെയ്യുക. അപ്പൊ നമ്മൾ കൂടുതൽ ചികിത്സത്തിന് വേണ്ടി ചെയ്യേണ്ടി വരും സാഹചര്യം വരും.